വേദവിചാരം എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സ്നേഹസമ്പന്നനാകുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയുടെ തിരുവചനം ഒരിക്കൽ കൂടി ധ്യാനിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും വഴിക്ക് പ്രകാശവുമായി ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ബലഹീന നടീനെയും തിരുസിനെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മ നിറവിൽ രചിക്കപ്പെട്ട വചനം ആത്മനിറവിൽ ഘോഷിപ്പാനും ആത്മനിറവിൽ സ്വീകരിപ്പാനും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കൂടുതലായി അങ്ങോട്ട് പറ്റി ജീവിപ്പാനും ഈ കേൾക്കുന്ന വചനം മുഖാന്തരം ഒരുക്കണമെന്ന് യേശുനാഥ് അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ തിരുവചനം. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 24. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ സ്വയം ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്ത് അനേക നേതാക്കന്മാർ, അത് മത നേതാക്കന്മാരായിരുന്നാലും രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നാലും സാമൂഹികമായി ഉയർന്നു വന്ന നേതാക്കന്മാരായിരുന്നാലും അനേക വാഗ്ദാനങ്ങൾ തൻ്റെ അനുയായികൾക്ക് കൊടുക്കാറുണ്ട്. ഞാനായിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ നേതൃത്വത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളെ ഇന്ന സ്ഥാനങ്ങളിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയെ ഏറ്റവും ശുഭമാക്കി തീർക്കാം എന്നൊക്കെയുമുള്ള മോഹന വാഗ്ദാനങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ തലങ്ങളിലൊക്കെ നമുക്ക് കേൾക്കുവാൻ തൊക്കണം കഴിയും. അതിൽ നിന്നൊക്കെയും വളരെ വ്യത്യസ്തമായിട്ടാണ് യേശു തന്നെ അനുധാവനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്നും ആവശ്യപ്പെടുന്നത്. ഇവിടെ നാം വായിച്ചു, യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ സ്വയം ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. രണ്ട് കാര്യങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയാണ്. ഒന്ന്, സ്വയം ത്യജിക്കണം. രണ്ട്, ക്രൂശ് എടുക്കുക. ഇത് രണ്ടും ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനുഷ്യ ജീവിതത്തിൽ ഏറെ പ്രയാസമുള്ള കാര്യങ്ങളാണ് ഇത് രണ്ടും. സ്വയം ത്യജിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആയിരിക്കുന്ന സ്റ്റാറ്റസ് അത് ഉപേക്ഷിക്കുവാൻ കഴിയണം. സ്വയം ത്യജിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ രണ്ടാമത്തെ കാര്യം ചെയ്യുവാൻ കഴിയുള്ളൂ, അതായത് ക്രൂശ് എടുക്കുവാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം, കർത്താവ് താൻ ഈ ഭൂമിയിലേക്ക് വന്ന അല്ലെങ്കിൽ ആ കാലയളവിൽ ക്രൂശ് മരണം ഏറ്റവും ഹീനമായ വധശിക്ഷയാക്കി അന്ന് തീർക്കുകയും അത് കാണുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് നൽകുന്ന ശിക്ഷയാണ് ക്രൂശ് മരണം. ആ ക്രൂശ് മരണം എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ക്രൂശിൽ കയറ്റിയ ആളിനെ വധിക്കുകയല്ല, പിന്നെ ക്രൂശ് ചുമന്നുകൊണ്ട് തെരുവീഥികളിലൂടെ നടന്ന് അവിടെയുള്ള എല്ലാ ജനതകൾക്കും മനസ്സിലായി ഒരു ശിക്ഷയ്ക്ക് അർഹമായ കുറ്റം ചെയ്ത വ്യക്തിയാണ് എന്ന് വിളംബരം ചെയ്തുകൊണ്ട് ഇഞ്ചിഞ്ചായി മരിക്കുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് ക്രൂശ് മരണം. മരണം സംഭവിക്കുന്നത് മണിക്കൂറുകൾ എടുത്തുകൊണ്ടാണ്. ഒരുപക്ഷെ ഒരു ദിവസമെങ്കിലും ചിലപ്പോൾ അത് നീണ്ടു നിൽക്കുന്ന ഒരു വധശിക്ഷയാണ്. അത് തന്നെ അറിയാവുന്നവരും പരിചയമില്ലാത്തവരുമായ സമൂഹത്തിൻ്റെ നടുവിൽ അത്രയധികം കുറ്റം ചെയ്ത ഒരു വ്യക്തിക്ക് നൽകുന്ന ശിക്ഷയായതുകൊണ്ട് ഏറ്റവും മാനസികമായി ആ വ്യക്തി തളർന്നു പോകും. അപ്പോൾ ക്രൂശ് മരണം എന്നുള്ളത് ഏറ്റവും ഹീനമായി അന്ന് കരുതിയിരുന്ന ഒരു കാലയളവിലാണ്
യേശു ഇത് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. അപ്പോൾ ഈ ക്രൂശ് വഹിക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയണമെങ്കിൽ അവൻ്റെ സ്വയം അവന് ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ കർത്താവ് നൽകുന്ന ക്വാളിഫിക്കേഷൻ മറ്റൊന്നുമല്ല. ലോകപ്രകാരമുള്ള ഒരു ക്വാളിഫിക്കേഷനും കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. 2 കാര്യങ്ങൾ മാത്രം. സ്വയം ഉപേക്ഷിക്കുക. സ്വയം ഉപേക്ഷിക്കുമ്പോൾ മറ്റുള്ള വ്യക്തികളെ മാനിക്കുവാനും അല്ലെങ്കിൽ ബഹുമാനിക്കുവാനും ആ വ്യക്തികളെ കരുതുവാനും നമുക്ക് കഴിയും. ഇതാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സ്വയമുള്ളൊരു വ്യക്തിക്ക് മറ്റ് വ്യക്തികളെ ഒരുപക്ഷെ ബഹുമാനിക്കാൻ കഴിയുകയില്ല. എനിക്കെന്തോ ഉണ്ട്, ഞാൻ ആരോ ആണ് എന്നുള്ള ഒരു ചിന്ത ആ മനുഷ്യനിൽ ഭരിക്കുന്നതുകൊണ്ട് മറ്റുള്ള വ്യക്തിയെ കരുതുവാൻ, ഉൾക്കൊള്ളുവാൻ, ബഹുമാനിക്കാൻ പലപ്പോഴും കഴിയാറില്ല. അതുകൊണ്ടാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്, തൻ്റെ ശിഷ്യന്മാരോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുകയാണ്, സ്വയം ഉപേക്ഷിക്കണം. അതിനുശേഷം പറയുന്നു, തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. കർത്താവ് ആ ക്രൂശ് എടുത്ത് ഏറ്റവും അവഹേളിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് പോയി എന്ന് നമുക്കറിയാം. അപ്പോൾ താൻ ക്രൂശ് മരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയാണ്, ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുമ്പോൾ തൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്ന തൻ്റെ ശിഷ്യന്മാർ നേരിടുവാൻ പോകുന്ന അവഹേളനയും മാനഹാനിയും ഒക്കെയും മുന്നമേ അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്നെ അനുഗമിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 38-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുകയാണ്, തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. അപ്പോൾ കർത്താവ് യോഗ്യത കൽപ്പിക്കുന്ന കാര്യം ഈ ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്നുള്ളതാണ്. മറ്റൊരു യോഗ്യതയും കർത്താവ് തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. കർത്താവ് ആവശ്യപ്പെടുന്ന യോഗ്യത ഇത് മാത്രമാണ്. അപ്പോൾ ക്രൂശ് എന്ന് പറയുമ്പോൾ ഏറ്റവും അവഹേളനമായി കരുതിയിരുന്നൊരു കാലത്ത് ഇന്നും കർത്താവിൻ്റെ വേല ചെയ്യുന്നത് സമൂഹത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ പോലും ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു പദവിയല്ല. പലപ്പോഴും അവഹേളനങ്ങളുടെയും നിന്ദകളുടെയും അവസ്ഥയിലേക്ക് കർത്താവിനെ വാസ്തവമായും പിൻപറ്റുന്ന ഒരു വ്യക്തിക്ക് കടന്നു വരേണ്ടി വരും, അല്ലെങ്കിൽ അപ്രകാരമുള്ള സാഹചര്യങ്ങളെ അവൻ നേരിടേണ്ടി വരും. അവിടെ ആ ദൗത്യത്തിൽ നിലനിൽക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയണമെങ്കിൽ ഈ വചനം അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രാവർത്തികമാക്കണം. യേശുവിനെ അനുധാവനം ചെയ്യുമ്പോൾ പലപ്പോഴും ലോകം ആ വ്യക്തിയെ അംഗീകരിക്കുകയില്ല, ആ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുകയില്ല, ആ വ്യക്തിയെ പലപ്പോഴും പരിഹസിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. കർത്താവ് കടന്നുപോയ പാതയിലൂടെ മാത്രമേ കർത്താവിൻ്റെ ശിഷ്യന്മാർക്കും കടന്നു പോകാൻ കഴിയുകയുള്ളൂ. കർത്താവ് പറയുന്നുണ്ട്, പച്ചമരത്തോട് ഇത് ചെയ്തുവെങ്കിൽ ഉണക്കമരത്തോട് എത്രയധികം. അപ്പോൾ യേശു കടന്നുപോയ പാതയിലൂടെ ആണ് കർത്താവിനെ അനുധാവനം ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യുന്ന ഓരോ ശിഷ്യന്മാരും കടന്നു പോകേണ്ടത്. അതുകൊണ്ട് വാസ്തവമായും കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഓരോ വ്യക്തിയും ഈ ഒരു കാര്യം എപ്പോഴും അവൻ്റെ മനസ്സിലുണ്ടാകണം. ഒന്നാമത്, പ്രത്യേകമായ ഒരു യോഗ്യതയും നാം അവകാശമായിട്ട് വയ്ക്കുവാൻ നമുക്ക് കഴിയുകയില്ല. സ്വയം ഉപേക്ഷിക്കണം. നമുക്ക് ലോകപരമായ പല യോഗ്യതകളും ഒരുപക്ഷെ ഉണ്ടായേക്കാം, വിദ്യാഭ്യാസം ഉണ്ടായേക്കാം, സൗന്ദര്യമുണ്ടായേക്കാം, സമൂഹത്തിൽ സ്ഥാനങ്ങളുണ്ടായേക്കാം. പക്ഷേ ഇത് സമ്പൂർണ്ണമായിട്ടും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് സ്വയം ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിനെ
അനുധാവനം ചെയ്യുവാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യനായി തീരുവാനുള്ള ഒരു വലിയ അവസ്ഥയിലേക്ക് വരുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. നാം ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ തിരുവചനത്തിൽ വായിക്കുകയാണ്, നിങ്ങൾ ഏക മനസ്സും ഏക സ്നേഹവുമുള്ളവരായി ആത്മാവിൽ ഐക്യം പ്രാപിച്ച് ഏക ലക്ഷ്യമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ഏക മനസ്സും ഏക സ്നേഹവുമുള്ളവരായി ആത്മാവിൽ ഐക്യം പ്രാപിച്ച് ഏക ലക്ഷ്യമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഇത് സാധ്യമാകണമെങ്കിൽ കർത്താവ് പറഞ്ഞ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാകുന്ന വ്യക്തിക്ക് മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. സ്വയം ഉപേക്ഷിക്കുന്ന, തൻ്റെ കഴിവുകളോ തൻ്റെ സാമർഥ്യത്തിലോ ആശ്രയിക്കാതെ എങ്ങനെയായിരിക്കണം? ഏക മനസ്സും ഏക സ്നേഹവും ഉള്ളവരായി ആത്മാവിൽ ഐക്യം പ്രാപിച്ച് പ്രവർത്തിക്കുവാൻ 2 അതിലധികമോ ഉള്ള വ്യക്തികൾക്ക് സാധ്യമാകുന്നത് സ്വയം ഉപേക്ഷിച്ചാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. കാരണം സ്വയം നമുക്കുള്ളിടത്തോളം കാലം മറ്റൊരു വ്യക്തിയുമായി രമ്യപ്പെടുവാൻ, ഒരേ അഭിപ്രായത്തിൽ, ഒരേ ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ ഐക്യം പ്രാപിച്ച് പ്രവർത്തിക്കുവാൻ സാധ്യമാകുകയില്ല. തീർച്ചയായും 2 വ്യക്തികൾക്ക് 2 സ്വഭാവമാകും, 2 ചിന്തകളും 2 ദർശനങ്ങളും ഉണ്ടാകും. എന്നാൽ ദൈവവേലയിലായിരിക്കുന്ന 2 പേർ ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി ഒരേ ആത്മാവിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നത് 2 പേരും അവരുടെ സ്വയം ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഇത് തന്നെ കുടുംബജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സ്വയം നാം കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി സ്ട്രോങ് ആകും തോറും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യം നഷ്ടപ്പെടുന്നു. പരസ്പരം അവർക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയാതെ താൻ പറയുന്ന കാര്യമാണ് ശരി എന്നുള്ള ധാരണയിലേക്ക് വരികയും കുടുംബജീവിതം ഛിന്നഭിന്നമാവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അവിടെ സ്വയം ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിൻ്റെ വേലയിൽ നിലനിൽക്കുവാനും കർത്താവ് സ്ഥാപിച്ച കുടുംബജീവിതത്തിൽ ഐക്യതയോടുകൂടി മുമ്പോട്ട് പോകാനും കഴിയുകയുള്ളൂ. മാത്രമല്ല, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം, കലഹത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തരും മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് കരുതിക്കൊള്ളുവിൻ. അപ്പോൾ ഇതിനാവശ്യം എന്താണ്? താഴ്മയാണ്. സ്വയം ഉപേക്ഷിക്കുന്നൊരു വ്യക്തിക്ക് മാത്രമേ താഴ്മയുണ്ടാകുകയുള്ളൂ. സ്വയം ഉപേക്ഷിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചോളം അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നിഗളവും അഹങ്കാരവുമായിരിക്കും. അവൻ പറയുന്നതാണ് ശരി, അവൻ ചിന്തിക്കുന്നതാണ് ശരി, അവൻ കരുതുന്നത് പോലെ മറ്റുള്ളവരും പ്രവർത്തിക്കണമെന്നുള്ള ഒരു ചിന്തയിൽ അവൻ ഇപ്പോഴുമായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണുവാൻ അവന് കഴിയുകയില്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇതാണ് ആവശ്യപ്പെടുന്നത്. കർത്താവിൻ്റെ ജീവിതവുമായി ഈ കർത്താവ് പഠിപ്പിച്ച ഈ തിരുവചനം നാം താരതമ്യപ്പെടുത്തുമ്പോൾ കർത്താവ് ചെയ്യുന്ന കാര്യമാണ് തൻ്റെ ശിഷ്യന്മാരോട് ചെയ്യുവാൻ ആവശ്യപ്പെടുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, ക്രിസ്തുയേശുവിനുണ്ടായിരുന്ന അതേ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവ സ്വരൂപത്തിലായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് ചിന്തിക്കാതെ സ്വയം ശൂന്യമാക്കി ദാസരൂപം സ്വീകരിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി. മനുഷ്യ രൂപത്തിൽ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ദൈവം അല്ലെങ്കിൽ മനുഷ്യൻ ദൈവമാണ് എന്ന് വിളംബരം ചെയ്യുന്ന ഒരു കാലയളവിൽ നാം ജീവിക്കുമ്പോൾ ദൈവം മനുഷ്യനായി കടന്നു വന്നതാണ് യേശു ഈ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മാതൃകയായി നൽകിയിട്ടുള്ളത്. ദൈവമായിരിക്കെ ദൈവത്വത്തിൻ്റെ സകല മഹത്വം വെടിഞ്ഞ് അവൻ ഭൂമിയിലേക്ക് വരികയാണ്. നാം വായിച്ചു, അവൻ ദൈവസ്വരൂപത്തിലായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ സ്വയം ശൂന്യമാക്കി ദാസരൂപം സ്വീകരിച്ച മനുഷ്യ സാദൃശ്യത്തിലായി. അപ്പോൾ സ്വയം ശൂന്യമാക്കി ദൈവത്വം അവൻ ഉപേക്ഷിച്ചു. സകല മഹത്വത്തിൻ്റെ ഉടയവനാകുന്ന ദൈവം
മനുഷ്യനായി സാധാരണക്കാരിൽ സാധാരണക്കാരനായി അവൻ ഈ ഭൂമിയിലേക്ക് വരികയാണ്. നമുക്കറിയാം അവൻ്റെ ജനിക്കുവാനൊരു സ്ഥലമില്ലാതിരിക്കുന്നൊരു സാഹചര്യം, വസിക്കുവാനൊരു ഭവനമില്ലാതിരിക്കുന്ന സാഹചര്യം. അങ്ങനെ മനുഷ്യനിൽ ഏറ്റവും എളിയവനായിട്ടാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഇത് കഴിഞ്ഞത് അവൻ സ്വയം ശൂന്യനാക്കിയതുകൊണ്ടാണ്. അതാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ നിന്നും ആവശ്യപ്പെടുന്നത്. നമ്മുടെ സ്വയം ഉള്ളിടത്തോളം കാലം കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തിക്കുവാൻ, കർത്താവിനെ അനുധാവനം ചെയ്യുവാൻ നമുക്ക് സാധ്യമാകുകയില്ല. കർത്താവിൻ്റെ ശിഷ്യരായി തുടരുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും സ്വയം ഉപേക്ഷിക്കുന്ന വ്യക്തിയായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതാണ് തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, തങ്ങളിൽ വലിയവർ ആരാണ് എന്നുള്ളൊരു തർക്കം ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. അവിടെ കർത്താവ് അവരോട് പറയുകയാണ്, ഒരു കുഞ്ഞിനെ വിളിച്ചിട്ട്, ഒരു ശിശുവിനെ വിളിച്ചിട്ട്, ഈ ശിശുവിനെ പോലെ നിങ്ങളായിത്തീരണം, നിങ്ങൾ ദാസരായിത്തീരണം. മാത്രമല്ല ഒരു മാതൃകയും കർത്താവ് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഗുരുവായിരുന്ന കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുകയാണ്, ദാസനായിത്തീരുകയാണ്. സ്വയം ശൂന്യമാക്കുന്ന ആ ഒരു വലിയ മാതൃക തൻ്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ സ്വയമാണ് പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്കും നിങ്ങൾക്കും പ്രവർത്തിക്കുവാൻ കോണം പലപ്പോഴും കഴിയാത്തത്. മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ നമുക്ക് പലപ്പോഴും കഴിയാത്തത്. നാം ദൈവത്തിൻ്റെ വേലയിലായിരിക്കുമ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലും നമ്മെക്കുറിച്ച് പറയുമ്പോൾ, പരിഹസിക്കുമ്പോൾ നാം പലപ്പോഴും വാടിപ്പോകുന്നത്, തളർന്നു പോകുന്നത്, ദൈവവേലയിൽ നിലനിൽക്കുവാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം പലപ്പോഴും നമ്മളിലുള്ള സ്വയമാണ്. മാത്രമല്ല ക്രൂശ് വഹിക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. നമുക്ക് സമൂഹത്തിൽ നിന്ന് സ്ഥാനങ്ങളും മാനങ്ങളും കർത്താവിൻ്റെ വേല ചെയ്യുമ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം വാസ്തവമായി കർത്താവിൻ്റെ ശിഷ്യനല്ല എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. തിരുവചനത്തിൽ, ഫിലിപ്പിയ ലേഖനത്തിൽ യേശു തൻ്റെ മാതൃക, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ മാതൃക, ക്രിസ്തുവേശുവിനുണ്ടായിരുന്ന അതേ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശുവിൻ്റെ മനോഭാവം, ദൈവമായിരിക്കെ അവനത് സ്വയം ശൂന്യമാക്കി, മറ്റാരും നിർബന്ധിച്ചിട്ടല്ല, സ്വയം ശൂന്യമാക്കി. ദാസരൂപം സ്വീകരിച്ചു, മനുഷ്യ സാദൃശ്യത്തിലായി മനുഷ്യ രൂപത്തിൽ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ അങ്ങനെ തന്നെ അനുധാവനം ചെയ്യുന്ന ഓരോ ശിഷ്യനുമായി തീരണമെന്ന് കർത്താവ് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങൾ എന്താണ് എന്ന് നമുക്കറിയാം. കർത്താവിൻ്റെ ജീവിതത്തിൽ നാം തുറന്നു വായിക്കുകയാണ്, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും അധികം ഉയർത്തി സകല നാമങ്ങളിലും ശ്രേഷ്ഠമായ നാമം അവന് നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരെയും ഭൂലോകരെയും അധോലോകരെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. സ്വയം ശൂന്യനാക്കിയ കർത്താവ്, ക്രൂശുമരണം വഹിച്ച കർത്താവിന് പിതാവാം ദൈവം നൽകിയ പദവിയാണ് നമ്മുടെ കാണുന്നത്. ദൈവം ഏറ്റവും അധികം അവനെ ഉയർത്തി. അപ്പോൾ കർത്താവിൻ്റെ വേലയിൽ നാം ഈ അവസ്ഥയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് കർത്താവിൻ്റെ വേല നാം ചെയ്യുമ്പോഴാണ് വലിയ പദവിയിലേക്ക് നമ്മെ ഓരോരുത്തരെയും കർത്താവ് ഉയർത്തുന്നത്. അത് ഒരുപക്ഷെ ഈ ലോകത്തിൽ വച്ചായിരിക്കുകയില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ സ്ഥാനം ലഭിക്കുവാൻ അത് മുഖാന്തരമായി തീരും എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ഇതിന് മറ്റൊരു വ്യക്തിയെ നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 32-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു വ്യക്തിയെ നാം കാണുന്നുണ്ട്. യേശുവിൻ്റെ മാതാവ് മറിയ. നാം വായിക്കുന്നു, അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്ത
മറിയയെ അറിയിക്കുകയാണ്. വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മറിയ, പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകും എന്ന് ദൈവത്തിൻ്റെ ദൂതൻ പറയുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടുള്ള സംശയമാണ്, ഇതെങ്ങനെ സാധ്യമാണ്? ആ ചോദ്യത്തിന് ദൂതൻ പറയുകയാണ്, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. മറിയ അത് വിശ്വസിച്ചു. മറിയ അത് വിശ്വസിക്കുക മാത്രമല്ല, അവൾ സ്വയം സമർപ്പിക്കുകയാണ്. അവൾ പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. അപ്പോൾ മറിയയ്ക്ക് തീർച്ചയായിട്ടും പലതരങ്ങളിലുള്ള പ്രയാസങ്ങൾ അതിന് മുമ്പിൽ നേരിടേണ്ടി വരും. പക്ഷേ കർത്താവിൻ്റെ ദാസി എന്ന് പറയുവാൻ കഴിയണമെങ്കിൽ മുന്നിൽ കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നങ്ങളെയും നേരിടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സ്വയം സമർപ്പിച്ചു കൊടുക്കുകയാണ്. എന്ത് പ്രതിസന്ധികൾ നേരിട്ടാലും ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് സ്വയം ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് മറിയയെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് മറിയയെ കർത്താവ് വലിയ പദവിയിൽ എത്തിച്ചേർത്തത്. യേശുവിൻ്റെ മാതാവാകുവാനുള്ള ഒരു വലിയ ഭാഗ്യം മറിയയ്ക്ക് ലഭിച്ചത്, അതിന് ഏക യോഗ്യത സ്വയം അവൾ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. കർത്താവിൻ്റെ ദാസി സ്വയം യേശുവിൻ്റെ ജനനത്തിനു വേണ്ടി അവളെ തന്നെ അവൾ സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് അവളെയും വലിയ പദവിയിലേക്ക് ദൈവം ഉയർത്തുന്നതായിട്ടും നാം കാണുകയാണ്. നാം 42-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ അവൾ എലിസബത്തിനെ സന്ദർശിക്കുകയാണ്. നാം വായിക്കുന്നു, അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിൻ്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാൻ തക്ക യോഗ്യത എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. അപ്പോൾ ആ അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്ക് പരിശുദ്ധ മാതാവിന് കടന്നു വരുവാൻ കഴിഞ്ഞത് അവളുടെ സ്വയം അവൾ ഉപേക്ഷിച്ചു. അവൾ നേരിടുവാൻ മോശയുടെ ന്യായപ്രമാണമനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. അത് നിയമമാണ്, മറ്റ് യാതൊരു എക്സ്ക്യൂസും അവിടെയില്ല. പക്ഷെ ഇതും മനസ്സിലാക്കിയിട്ടും ദൈവശബ്ദത്തിനായി സമ്പൂർണ്ണമായി സമർപ്പിച്ച മറിയയെ നാം അവിടെ കാണുകയാണ്. മുമ്പിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അവൾ സ്വയം സമർപ്പിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അവളുടെ സ്വയം അവൾ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ദകളും പരിഹാസങ്ങളും ഏൽക്കുവാൻ പോകുന്ന സാഹചര്യങ്ങളാണ് മുമ്പിലുള്ളതെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും അവൾ ആ ക്രൂശ് സ്വയം ഏറ്റെടുക്കുകയാണ്. സ്വയം ഉപേക്ഷിച്ച് ക്രൂശ് അവൾ ഏറ്റെടുക്കുമ്പോഴാണ് അവളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് ഇന്നും ലോകം വിളംബരം ചെയ്യുന്ന വലിയ പദവിയിലേക്ക് പരിശുദ്ധ മാതാവിന് കടന്നു വരുവാൻ കഴിഞ്ഞത് അവളുടെ സ്വയം അവൾ ഉപേക്ഷിച്ചതുകൊണ്ടാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ലോകപ്രകാരം അനേകമാകുന്ന യോഗ്യതകൾ നമുക്കുണ്ടാകാം. വിദ്യാഭ്യാസ യോഗ്യതകൾ, കുടുംബ യോഗ്യതകൾ, ധനം അല്ലെങ്കിൽ മറ്റ് പല യോഗ്യതകളും എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകാം. പക്ഷേ ആ യോഗ്യതകളേക്കാൾ ഉപരിയായി കർത്താവിൻ്റെ ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ഒരു ശിഷ്യയാകുന്നതാണ് ഏറ്റവും വലിയ യോഗ്യതയെന്ന് കരുതി സ്വയം ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിനെ അനുധാവനം ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നാം ക്രൂശ് വഹിക്കേണ്ട ഒരു സാഹചര്യങ്ങളും അവിടെ ഉണ്ടാകും. ലോകം നമ്മളെ അംഗീകരിക്കുകയില്ല, നമ്മെ അവർ സ്വീകരിക്കുകയില്ല, മാത്രമല്ല പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യും. കാരണം ദൈവവചനം അല്ലെങ്കിൽ ബൈബിൾ കയ്യിലെടുക്കുന്നത് തന്നെ ഒരു അയോഗ്യതയായി കാണുന്ന ക്രൈസ്തവർ ഇന്നും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അങ്ങനെയുള്ളവരെ പരിഹസിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ചുറ്റുപാടുകളും ഉണ്ടാകാം. അവിടെയൊക്കെയും അത് സന്തോഷത്തോടുകൂടി എൻ്റെ യേശുവിൻ്റെ നാമം മഹത്വപ്പെടണം എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടി കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുന്നൊരു വ്യക്തിക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ അനുഗ്രഹങ്ങളാണ്.
സ്വയം ഉപേക്ഷിച്ച് ക്രൂശ് വഹിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് ഒരുക്കുന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. അത് ലോകത്തിന് തരുവാൻ കഴിയാത്ത വലിയ അനുഗ്രഹമാണ് എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുന്ന യോഗ്യത നമുക്കറിയാം. അവർ സ്വയം ഉപേക്ഷിച്ച് കർത്താവിനെ പിന്നീടവർ കർത്താവിൻ്റെ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മരണം ഈ ലോകം അവർക്ക് സമ്മാനിച്ചുവെങ്കിൽ കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ 12 ഇസ്രയേലിൻ്റെ 12 സിംഹാസനങ്ങളിലിരുന്ന് ഇരിക്കുവാനുള്ള യോഗ്യത അവർക്ക് നൽകുകയാണ്. അപ്പോൾ കർത്താവിനെ അനുധാവനം ചെയ്യുമ്പോൾ നമ്മുടെ സ്വയം നാം ഉപേക്ഷിക്കുക, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട്, ക്രൂശ് നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും ചിഹ്നമായി കരുതിയിരുന്നുവെങ്കിൽ അത് രക്ഷയുടെ ചിഹ്നമാക്കി മാറ്റിയ കർത്താവിനെ അനുധാവനം ചെയ്തുകൊണ്ട് നമുക്ക് ഈ യാത്ര തുടരാം. നമ്മുടെ ആത്മീയ യാത്ര പൂർത്തീകരിച്ച് ദൈവസന്നിധിയിൽ നിന്ന് വലിയ സമ്മാനത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.